ഫ്രണ്ട്സ്, അപ്പോൾ ആ കുട്ടിമണികളൊക്കെ ഓടി പോയോ. നമ്മുടെ വെക്കേഷന് പോയി തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റിയ കിടിലൊരു ഗിഫ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അലുജി അവിടെ കിൻഡർ ഗാർഡനൊക്കെ ഇത് നാളെ കൂടി ആകുമ്പോൾ സ്റ്റോപ്പ് ആവും. അപ്പോൾ ബസ് ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രണ്ട്സിന് കൂടി എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചിട്ട് 12 മണിക്ക് അല്ലിക്കുട്ടനെ ഉറക്കിയിട്ട് ഞാൻ ഉള്ള പരിപാടിയാണ്. പക്ഷേ അല്ലിക്കുട്ടി എണീറ്റ് വന്നായിരുന്നു കേട്ടോ. ആ സമയമായപ്പോഴത്തേക്കും അത് ഞാനൊരു വാച്ചാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ഒരു കിച്ചൺ മോഡലിൽ അല്ലെങ്കിൽ കിച്ചൺ തീമിൽ ഒരു വാച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വാച്ചിൻ്റെ സ്ട്രാപ്പാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ ഞാനത് ഡിഫറെൻറ്റ് സ്മൈലി കേസ്റ്റുകളൊക്കെ ഞാനതിൽ വരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബെസ്റ്റ് വിഷസ് ബൈ അൻവിക എന്ന് എല്ലാത്തിലും എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം സംഭവം സ്ട്രാപ്പ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരുന്നു. അടുത്തത് നമ്മുടെ കിച്ചൺ തീം ഉണ്ടാക്കാനാണ് പാട്. അപ്പോൾ അത് എല്ലാത്തിലും 10-25 ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും ഇത് എഴുതിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ കിച്ചൻ്റെ ബേസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരേ അളവിൽ നമ്മൾ മുറിച്ചെടുത്തില്ല എങ്കിൽ പല വാച്ചും പല മോഡലിലായി പോകും കേട്ടോ. അപ്പോൾ അത് ഒരേ അളവിൽ വേണ്ടി മുറിച്ചെടുക്കുവാണ്. അടുത്ത ഒരു 10-25 പീസ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അടുത്ത് നമുക്ക് കിച്ചൻ്റെ തീം വരയ്ക്കുക എന്നുള്ളതാണ് പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ കരുതി പെൻസിലും പിങ്ക് കളറും പിന്നെ നമുക്ക് പെൻസിലിൻ്റെ ഒരു ഗ്രേ കളർ, പിങ്ക്, വൈറ്റ് ഈ ഷെയ്ഡിൽ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇത് കിച്ചൻ്റെ മോഡൽ അത്രയും വരയ്ക്കാം കേട്ടോ. അപ്പോൾ 10-25 മോഡൽ വരച്ചിട്ട് ഇനി ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ മെയിൻ ടാസ്ക് ഈ പരിപാടിയിൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരച്ചിരുന്നപ്പോഴത്തേക്കും ഏകദേശം 1 മണിയൊക്കെ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഇഷ്ടം. പിന്നെ കുട്ടി മിനീസിന് വേണ്ടിയിട്ടല്ലേ കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് ഞാൻ ഇരുന്ന് വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പിങ്ക് കളർ ഇതിൻ്റെ ആഡ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അവരുടെ ഒരു സ്ട്രാപ്പിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് 2 കവിളുമായിട്ടാണ് പിങ്ക് കളർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ കിട്ടണ ഇങ്ങനെ കറക്റ്റ് മോഡലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ടാസ്ക് ആയിരുന്നു. ഉറക്കം വന്ന് പണ്ടാറാണ് ഇരിക്കുന്നത്. അപ്പോൾ അല്ലുമണി എൻ്റെ മടിയിൽ കിടന്നങ്ങ് ഉറക്കമായി. അങ്ങനെ ഞാൻ ചെയ്ത് 10-25 ഇതുപോലെ ഇരുന്ന് കട്ട് ചെയ്തിട്ട് പിങ്ക് കളർ കൊടുത്തു കേട്ടോ. പക്ഷേ പിങ്ക് കളർ കൊടുത്തപ്പോൾ എനിക്ക് ആ ഗ്രേയും വൈറ്റും പിങ്കും ഒരു ക്യൂട്ട്നെസ് ഇല്ലാത്ത കണക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും മെനക്കെട്ട് ഇറങ്ങിയതല്ലേ, കുറച്ച് മെനക്കൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ബ്ലാക്ക് കളർ തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ അത് രാത്രി ഇപ്പോൾ ഏകദേശം 1-1:30 മണിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ എണീറ്റ് പോയെന്നില്ല. കയ്യിലൊരു മാർക്കർ ഉണ്ടായിരുന്നു, അത് വെച്ച് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ പെൻസിലിൻ്റെ ഗ്രേ കളറിലുണ്ടായിരുന്നതിനെല്ലാം അതിനെ ഞാനെടുത്ത് നമ്മുടെ ഈ ബ്ലാക്ക് കളറായി. പക്ഷേ നമുക്ക് നല്ലൊരു ഡിഫറൻസ് അപ്പോൾ ഫീൽ ചെയ്യും കേട്ടോ. നല്ല രീതിയിലുള്ളൊരു ക്യൂട്ട്നെസ് നമ്മുടെ ഈ ബ്ലാക്ക് കളർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും വന്നു. അപ്പോൾ ബ്ലാക്ക്, വൈറ്റ്, പിങ്ക് ഈ ഒരു തീമിലാണ് നമ്മുടെ ഈ കിച്ചൺ വാച്ച് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം നമ്മളെല്ലാത്തിലും ഇതുപോലെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടീസ് എന്ന് വെച്ചാൽ ഇനി നമുക്ക് 2 ഇതായിട്ട് ബ്ലൈഡ് വെച്ച് ഇങ്ങനെ കീറണം കേട്ടോ. എന്തെന്ന് വെച്ചാൽ നമ്മുടെ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഇതുപോലെ അകത്തോട്ട് ഏറ്റിയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഓരോരോ തീമിന്, അതായത് ഓരോരോ സ്മൈലി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് അലോജിവാവ് പറഞ്ഞായിരുന്നു ഏതൊക്കെയോ ഫ്രണ്ട്സിൻ്റെ പേര് പറഞ്ഞ് അവരുടെ അടുത്ത് കട്ടീസാണ്, അവർക്ക് ഞാൻ സാഡേ കൊടുക്കുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. നാളെ അറിയാൻ എന്താവും കേട്ടോ. പക്ഷേ ഇത് കുഞ്ഞുമക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരു ഏകദേശം ഒരു അളവിന് വെച്ചിട്ട് എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്ക് കൊടുക്കാൻ പറ്റിയ കിടിലൊരു ഗിഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് 2 അല്ലുജോയ്ക്ക് ഉറക്കമായി. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. എങ്ങനെ